അസ്സലാമു അലൈക്കും. ലെനിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബ്രെഡും മുട്ടയും കൊണ്ട് ഒരു അടിപൊളി സ്നാക്സാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇത് വെളിച്ചെണ്ണ ഓയിലോ പറ്റാത്തവർക്കൊക്കെ അടിപൊളി സ്നാക്സാണ്. അതുപോലെ തന്നെ ഓവണോ ഒന്നും വേണ്ടാതെ വെറും സ്റ്റൗവിൽ മാത്രം 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. കഴിക്കാനും അടിപൊളി ടേസ്റ്റുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞു സവാളയായിട്ടാണ് ഞാൻ ഇപ്പോൾ എത്ര കൂടുതൽ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 4-5 സവാള വലിയതാണെങ്കിൽ എടുത്താൽ മതി, അതന്നെ ധാരാളമായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ ഫുള്ളും ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. പെട്ടെന്ന് വഴറ്റി കിട്ടാനും വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായി സോഫ്റ്റ് ആണ് വരെ വഴറ്റിയെടുക്കാം. ഇത് കഴിക്കണ സമയത്ത് പപ്സിൻ്റെ ഒക്കെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അത്രക്കും നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. പപ്സൊക്കെ കടയിൽ നിന്ന് വാങ്ങണവർക്കൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 5-6 പേർക്കൊക്കെ ഒന്ന് തന്നെ കഴിക്കാനുണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായി സോഫ്റ്റാണ് വരെ ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ മസാലകളൊക്കെ ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായി സോഫ്റ്റ് ആയതിൻ്റെ ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളകും പൊടി, ചപ്പ് പുതിന പച്ചമുളക്. ഇത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവന്ന് പോണ വരെ വഴറ്റി കൊടുക്കാം. ഇത് 1-2 മിനിറ്റ് ചെറിയ തീയിൽ വേണം ഇളക്കിയെടുക്കാൻ. ഇത് കൈയെടുക്കാതെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തേക്കണം. അപ്പോൾ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ബാക്കി കുറച്ച് ചേരുവകളൂടെയും ചേർക്കാണ്ട് അതുകൂടിയും ചേർക്കുകയാണ്. ഇപ്പോൾ ചിക്കന് ഞാൻ മഞ്ഞളും ഉപ്പും കുരുമുളകും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് കണ്ട് ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. അല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റി കാരം. ഈ ചിക്കനും മസാലകളൊക്കെ ഒന്ന് ഇതിൽ യോജിക്കാനും വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ പോണ വരെ വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഭാഗം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കണ്ട് ഇതിൽ വേറെ ഫില്ലിങ് റെഡിയാക്കാനും വേണ്ടിയിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട ഞാൻ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ 4 പൊട്ടിച്ചൊഴിച്ചിട്ടിൻ്റെ ശേഷം ഞാൻ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മതി, കാരണം ഇതിൽ മുട്ടയിൽ പെട്ടെന്ന് ഉപ്പ് കൂടും. പിന്നെ ചപ്പ് പുതിന ഇല ചെറുതായി അരിഞ്ഞതിൻ്റെ ശേഷം അതും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. 1 കപ്പ് വരെ ചേർക്കാം. ഞാൻ ഇപ്പോൾ 1/2 കപ്പാ ചേർത്തിട്ടുള്ളൂ. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ബ്രെഡിൽ മുക്കിയാണ്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പാനിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും ഒന്ന് തടവി കൊടുത്താൽ മതി. അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല.
നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് പാനാണ് എടുക്കണ വെച്ചാൽ അതിലേക്കനുസരിച്ച് ബ്രെഡ് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ബ്രെഡിൻ്റെ കണക്കുകളൊന്നും പാത്രത്തിനനുസരിച്ച് കൂടും കുറക്കുക ചെയ്യും. ഞാൻ ഇതിലേക്ക് 3/4 പാക്കറ്റ് ബ്രെഡ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റുമാണ്. മുട്ട പപ്സിൻ്റെ അതേ ടേസ്റ്റാണ് പറഞ്ഞല്ലോ ഞാൻ. ഇതിലേക്ക് ചിക്കൻ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. 4 മുട്ട ഞാൻ പുഴുങ്ങിയും വെച്ചിട്ടുണ്ട്. 4 മുട്ട മൊത്തമായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കണുള്ളൂ. ബാക്കി 2 മുട്ട വേറെ ഒന്നുകൂടി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇപ്പം ഈ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് മസാല ചേർത്താൽ അത് ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ ഇടുകയാണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ആ നേരത്തെ മാറ്റി വെച്ച ഫില്ലിങ്ങിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിരത്തിയതിൻ്റെ ശേഷം മുട്ട ബോയിൽ ചെയ്തത് അതും ഇട്ട് കൊടുക്കാം. റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഞാൻ റൗണ്ടിലും അല്ലാതെ നീളത്തിലും വെച്ച് കാണിക്കുന്നുണ്ട്. 2 സ്ലൈസ് ആണെങ്കിൽ ഏത് മോഡൽ നമുക്ക് വേണം വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. നിറച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അതിലേക്ക് 2.5 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. നോമ്പുകാലൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കും, വീട്ടിൽ നമുക്ക് എണ്ണ ഇല്ലാതെ സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നൊരു സ്നാക്സ് കൂടിയാണിത്. ഇപ്പോൾ മുട്ട ഞാൻ നിരത്തി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഇനി ബ്രെഡ് ഒന്നുകൂടിയും വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഇനി മസാല ഇടേണ്ട ആവശ്യമൊന്നുമില്ല. താഴെ ചെയ്തതുപോലെ തന്നെ ബ്രെഡിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഇനി പെട്ടെന്നും വെന്ത് കിട്ടും. ഇത് വേവാൻ ആകെ 5 മിനിറ്റ് മതി. ഫില്ലിംഗ് ഒക്കെ റെഡി വേവിച്ചതാണല്ലോ. ഇനി ബ്രെഡൊന്ന് സെറ്റായി കിട്ടിയാലും അതാണ് ഇതിൻ്റെ വേവ്. അടുക്കി വെക്കണം. അടുത്ത് ഒരു ഗ്യാപ്പില്ലാതെ വേണം ഇത് ഫില്ല് ചെയ്യാൻ. ഇപ്പം ഈ 4 മുട്ടൻ്റെ മാവ് ഇതിലേക്ക് കറക്റ്റ് അളവായിരുന്നു. 1 കപ്പ് പാലും 4 മുട്ടയാണല്ലോ ഇതിലേക്ക് ചേർത്തത്. ഇനി 2 ഒന്നിച്ച് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ 8 മുട്ടയും 2 കപ്പ് പാലും അങ്ങനെ ചേർക്കണമെങ്കിൽ ചേർക്കുക. 1 കപ്പ് പാല് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കുക. ഇത് കറക്റ്റ് അളവായിരുന്നു. ഇനി അടുത്തേക്ക് ഞാൻ അടുത്ത് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. അതൊന്നും പിന്നെ ഞാൻ കാണിക്കണില്ല, ഒന്ന് കാണിച്ചാൽ മതിയല്ലോ. ഞാൻ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ബ്രെഡ് എടുത്ത് കൊടുത്തുകൊണ്ട് എന്നാൽ അടച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു പാന് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിരിക്കണം. പത്തിരിൻ്റെ പാന് ചൂടാക്കാൻ വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഈ പാൻ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ഹോളും അടച്ചു കൊടുത്തുകൊണ്ട് ഞാൻ സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഭാഗമായി. കരിഞ്ഞൊന്നും പോവാതെ ശ്രദ്ധിക്കണം. തീ കൂട്ടി കൊടുക്കരുത് ഒരിക്കലും, കരിഞ്ഞു പോവില്ല. അതിനാണ് നമ്മൾ അടിയിൽ പത്തിരി തവ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊരു പാന് മുകളിൽ വെച്ചിട്ടൊന്ന് കമത്തി കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഇതിൽ നിന്ന് റിമൂവായി പോരും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇനി 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ചെറിയ തീ തന്നെ, അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് റെഡി ആയതിൻ്റെ ശേഷം ഞാൻ വേറെ വീണ്ടും വെച്ചെടുത്ത് ഇപ്പോൾ 2 ഞാൻ റെഡിയാക്കി എടുത്തു. അടിപൊളി സ്നാക്സ് പറഞ്ഞാൽ കഴിക്കാൻ അടിപൊളിയാണ്, കാണുമ്പോഴും അടിപൊളിയാണ്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്.